പ്രത്യേകിച്ച് മുഖവുരയൊന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് ഇന്ന് എന്നോടൊപ്പമുള്ളത്. ചിരിയുടെ രാജാവ് കോട്ടയം നസീറാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ കലോത്സവ വിശേഷങ്ങൾ തന്നെ നമുക്ക് ആദ്യം ചോദിച്ചറിയാം. നസീർ, കലോത്സവ വേദികളിൽ എങ്ങനെയായിരുന്നു ഒരു തുടക്കം? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രിയിലല്ല മത്സരിച്ചിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ മിമിക്രിയുമായിട്ട് വേദികളിൽ വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ബേസിക് ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഡ്രോയിങ്, പെയിൻറ്റിങ്, അപ്പോൾ പെൻസിൽ ഡ്രോയിങ്, അതുപോലെ പെയിൻറ്റിങ്, കാർട്ടൂൺ, ക്ലേ മോഡലിംഗ്, ഈ 4 വിഷയങ്ങൾക്കായിരുന്നു ഞാൻ മത്സരിച്ചുകൊണ്ടിരുന്നത്. ജില്ലാതലത്തിൽ മിക്കപ്പോഴും കലാപ്രതിഭയായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റേറ്റ് തലത്തിൽ എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യമാണ് മത്സരിച്ചിരിക്കുന്നത്. അതിലൊരു തവണ സെക്കൻഡ് പ്രൈസും ഒരു തവണ എ ഗ്രേഡും ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇന്നത്തെ പോലെ അല്ലല്ലോ അത്. ഞാനൊക്കെ മത്സരിക്കുന്നത് 26 കൊല്ലം മുമ്പാണ്. അപ്പോൾ ഇത്രയധികം ഫെസിലിറ്റീസൊന്നും അന്ന് ആ സമയങ്ങളിലില്ല. നമ്മുടെ എന്താ പറയുക, സ്കൂളുകൾക്കൊന്നും നമ്മളെ പറഞ്ഞു വിടുവാനുള്ള ആ സാമ്പത്തിക ശേഷിയോ ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അന്ന് കയ്യിൽ നിന്നൊക്കെ നമ്മൾ പൈസ എടുത്തിട്ടൊക്കെ ആയിരിക്കും മിക്കപ്പോഴും പോകുന്നത്. പക്ഷേ അതൊരു ഭയങ്കര അനുഭവമാണ്. എന്താ പറയുക, കാര്യം ഇത്രയോ കുട്ടികൾ, എത്രയോ പ്രതിഭകളായിട്ടുള്ള എത്രയോ പേരാണ് മത്സരിക്കാൻ വരുന്നത്. അപ്പോൾ അവരോടൊപ്പം മാറ്റൊരുക്കുക, അതൊരു ഭയങ്കര ജീവിതത്തിലെ ഏറ്റവും വലിയ മറക്കുവാൻ കഴിയാത്തൊരു അനുഭവങ്ങളൊന്നാണ്. ഇപ്പോഴും ഈ കലോത്സവ വേദികൾ എന്ന് പറയുമ്പോഴത്തേക്കിന് മനസ്സിൽ ഭയങ്കര ആവേശമാണ്. ഒരു 26 കൊല്ലം മുമ്പ് അല്ല പുറകോട്ടൊക്കെ നമ്മൾ സഞ്ചരിച്ചു പോകും. ഇന്നിപ്പോൾ എന്തെല്ലാം ഫെസിലിറ്റീസാണ്. ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും എന്താ പറയുക, ഓരോ രീതിയിലുള്ള സൗകര്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ കണ്ണൂർ നടക്കാൻ പോകുന്ന കലോത്സവത്തിനാണെങ്കിലും അവരുടെ, ഇപ്പോൾ ഞാനത് മീഡിയകളിൽ നിന്ന് അറിഞ്ഞതാണ്, മുന്നൊരുക്കങ്ങൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഇതിന് വേണ്ടത്. പിന്നെ എന്തൊക്കെ മത്സരങ്ങളാണെങ്കിലും അതിൻ്റെ അകത്ത് കുറേ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ സദയം ക്ഷമിച്ച് ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികളും ഒപ്പം അവരെ കൊണ്ടുവരുന്ന മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സാണെങ്കിലും സഹകരിച്ച് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത്രയും പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു കലോത്സവമാണ്. എല്ലാം തികഞ്ഞ് ഈ ലോകത്തൊന്നും നടത്താൻ പറ്റില്ല. കുറേയൊക്കെ പാളിച്ചകളൊക്കെ ഉണ്ടാവും. അന്ന് വേദികളിൽ ഒരിക്കലും മിമിക്രി എന്നൊരു ഐറ്റത്തിലേക്ക് തിരിഞ്ഞിരുന്നില്ലേ? ഇല്ല, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ മിമിക്രിയുമായിട്ട് വരുന്നത്. ഇപ്പോഴൊക്കെ ഒരു ആഗ്രഹമുണ്ട് മത്സരിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ ഇപ്പോൾ ഈ മത്സരിക്കാൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമമുണ്ട്. എന്നാലും പുതിയ കുട്ടികൾ മത്സരിക്കുന്നത് കാണുമ്പോൾ, ഇതിനു മുമ്പുള്ള തിരുവനന്തപുരത്തൊക്കെ വെച്ച് നടന്ന ഈ കലോത്സവ പരിപാടികളൊക്കെ ഞാൻ ലൈവായിട്ട് പോയി TV പ്രോഗ്രാമിൽ ന്യൂസിനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അവിടെ അവതരിപ്പിക്കുന്ന കുട്ടികളുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. മിക്കപ്പോഴും ഇതുപോലത്തെ പരിപാടികൾക്ക് പോകണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, ഒരു സെലിബ്രിറ്റി ആകുമ്പോഴത്തേക്കിന് നമ്മുടെ തിരക്കുകൾ, പിന്നെ അവിടെ പോയി എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ കണ്ണൂരാകുമ്പോഴത്തേക്കിന് കോട്ടയത്ത് നിന്ന് ഇനി ഒരു കണ്ണൂർ വരെ യാത്ര ചെയ്ത് ഇതിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിമിക്രി കോമ്പറ്റീഷൻസൊക്കെ പോയി ഇരുന്ന് കാണണം. കാരണം എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് നമ്മുടെ പുതിയ തലമുറകൾ വരും. അപ്പോൾ അവരുടെ ആ ഒരു എന്താണ്, അവരുടെ ഒരു പെർഫോമൻസ് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പലപ്പോഴും ഈ കലോത്സവം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്നുള്ളൊരു വിടുതലാണ്. കാരണം ഭയങ്കര കുരുത്തക്കേടുകളൊക്കെ കളിക്കാൻ പറ്റിയ ഒരു അവസരമാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികളാകുമ്പോൾ. അത്തരത്തിൽ എന്തെങ്കിലും ഒരു അനുഭവം ഓർമ്മയുണ്ടോ? ഇല്ല, ഞാനന്ന് സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു 4 ദിവസത്തെ ഒരു കലോത്സവം ഞാൻ കോഴിക്കോട് ഉള്ളപ്പോഴാണ് ഞാൻ പങ്കെടുക്കുന്നത്. അന്നൊക്കെ നമുക്ക് കിടക്കാൻ സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. അവിടെ ഒരു ക്ലാസ് റൂം തുറന്നു തരും, അവിടെ ബെഞ്ചും ഡെസ്കും ഒക്കെ ഉണ്ടാവും, അവിടെ കിടക്കുക. നമ്മൾ തന്നെ തീരുമാനിച്ചു വേണം കറക്റ്റ് സമയത്ത് മത്സരത്തിന് പോകണം, പങ്കെടുക്കണം, കുളിക്കണം, പല്ല് തെക്കണം. ഇതൊക്കെ നമ്മുടെ റിസ്ക്കിലാണ്, എല്ലാം നമ്മൾ നോക്കി ചെയ്യണം. അന്ന് പക്ഷേ അതൊന്നും നമുക്ക് വിഷയമായിരുന്നില്ല. കാര്യം അവിടെ ചെല്ലുമ്പോൾ ആ ക്ലാസ് റൂമിൽ തന്നെ വേറെ പല സ്കൂളിലെ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരുമായിട്ടൊക്കെ സൗഹൃദങ്ങൾ പങ്കുവെച്ച്, തമാശകളൊക്കെ പങ്കുവെച്ച്, പിന്നെ അത്രയധികം ഇപ്പോൾ ഒരു 10-27 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളാണ്, അത്രയും ഓർമ്മകൾ നിൽക്കുന്നില്ല. എന്നാലും പ്രത്യേകിച്ച് സ്കൂൾ ജീവിതം അല്ലെങ്കിൽ ഇതുപോലുള്ള കലോത്സവങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇനി എക്കാലവും ഇരിക്കുന്നത് വരെ എല്ലാവരുടെയും മനസ്സിൽ നിറമുള്ള നല്ല ഓർമ്മകളുള്ള ഒരു കാലഘട്ടമാണ്. കലോത്സവം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സൗഹൃദങ്ങൾ, പല സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ, അങ്ങനെ ഒരു സൗഹൃദം രൂപപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് തുടർച്ചയായ വർഷങ്ങളിൽ വരികയാണെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു സൗഹൃദം ഇപ്പോൾ ഉണ്ടോ? അന്ന് കാത്തു സൂക്ഷിച്ച, ഞാൻ കൂട്ടുകാരൻ്റെ പേര് ഞാൻ മറന്നുപോയി. കാഞ്ഞിരപ്പള്ളി ജില്ലയിൽ നിന്ന് തന്നെ മത്സരിച്ച എൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അന്ന് അദ്ദേഹമായിരുന്നു കലാപ്രതിഭ. വളരെ അത്ഭുതത്തോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ട്. അതായത് കഥാപ്രസംഗം, അതുപോലെയുള്ള അഭിനയം, വേറെ കുറേ പരിപാടികളിലൊക്കെ 1ാം സ്ഥാനം നേടിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അധ്യാപകനാണ്. ഞാൻ പേര് ശരിക്കും മറന്നു കേട്ടോ, സോറി സുഹൃത്തെ, ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ ഈ ഇടക്കാലത്ത് അദ്ദേഹത്തെ ഞാൻ വീണ്ടും കണ്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനായിട്ട് അങ്ങ് ഒതുങ്ങി. പകരം അന്ന് ഈ ഫീൽഡ് ഇല്ലാത്ത ഞാൻ ഈ രംഗത്തേക്ക് വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും
കാരണം ഇത്രയും കലാപ്രതിഭയായിട്ട് നിന്ന ഒരാൾ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും, ഇതേപോലുള്ളൊരു അഭിനയ മേഖലകളിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ മീഡിയകളിലൊക്കെ വരണമെന്നുള്ളതാണ്. സാഹചര്യമാണ് മനുഷ്യനെ രണ്ട് രീതിയിൽ എത്തിക്കുക എന്ന് പറയുന്ന പോലെ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഞാൻ ഇവിടെ എത്തുകയും ചെയ്തു. ഇതിൽ ബന്ധമുള്ള ആൾ വേറൊരു മേഖല തേടിപ്പോവുകയും ചെയ്തു. അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. പ്രേക്ഷകർ എന്തായാലും കോട്ടയം നസീർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ നമ്പറെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടാവും. എന്തെങ്കിലും തരത്തിൽ നമുക്ക് ഒരു ചെറിയ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒരു മടിയും കൂടാതെ നന്നായിട്ട് മത്സരിക്കുക, കിട്ടുന്ന അവസരങ്ങളെ മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കുക. വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഏതായാലും നമ്മുടെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നത് കോട്ടയം നസീർ എന്ന ചിരിയുടെ തന്നെ അതുല്യ പ്രതിഭയായ കോട്ടയം നസീറാണ്. ഈ വരും ദിവസങ്ങളിൽ കലോത്സവ വേദികളിൽ കുട്ടികൾക്ക് എല്ലാവിധ പ്രചോദനവും നൽകുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ.